നല്ല കുറുകിയ നാളികേരപ്പാലിലെ വറ്റിച്ചെടുത്തുണ്ടാക്കുന്ന മീൻകറി ഉണ്ടല്ലോ, അത് നമ്മുടെ തൃശ്ശൂരുകാരുടെ മാത്രം സ്വന്തമാണെന്ന് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ നെയ്മീൻ ഉണ്ടല്ലോ, അതല്ലെങ്കിൽ ഞങ്ങളുടെ ചെമ്പാന്ന് പറയാം, അതല്ലെങ്കിൽ ഐക്കൂറ, കിങ് ഫിഷ്, ഈ ഒരു മീനിലുണ്ടാക്കിയിട്ടുള്ള നല്ല അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള മീൻകറിയുടെ റെസിപ്പിയാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോ. നമുക്കിത് മീൻ കഷ്ണങ്ങൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. 6 കഷ്ണം മാത്രത്തിൽ നിന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു ചെറിയ വാലിൻ്റെ ഒരു കഷ്ണമൊക്കെ ഉണ്ട്. എന്തായാലും ഇതിലേക്ക് വേണ്ടിയിട്ട് നാളികേരപ്പാൽ എടുക്കണമല്ലോ. അത്യാവശ്യം നല്ല ദശമുള്ള മീനായിരുന്നു. അതിൻ്റെ ഒരു 6 പീസ് കഷ്ണം നമ്മൾ എടുത്തുള്ളൂ. അതിലേക്ക് വേണ്ടിയിട്ട് 2 കപ്പ് നാളികേരം ചെരുകി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഒക്കെ പിഴിഞ്ഞെടുക്കണം. അതിന് മുന്നായിട്ട് ചട്ടിയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 ചുവന്നുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. 2 പച്ചമുളക് നടുകീറിയതും കുറച്ച് കറിവേപ്പിലും കൂടി ചേർക്കണം. ഇതിൽ നമ്മൾ വഴറ്റിലും പിടിക്കലൊന്നുമില്ല, എല്ലാം ഒറ്റടിക്കിട്ടിട്ട് വേവിച്ചെടുക്കലാണ്. നമ്മളിത് 2-ാം പാലും 3-ാം പാലും കൂടി മിക്സ് ചെയ്തതാണ്. ഏതാണ്ട് 1.5 കപ്പിനടുത്തായിട്ട് 2-ാം പാലും 3-ാം പാലും കൂടിയിട്ടുണ്ട്. നമ്മളിത് 2 കപ്പ് നാളികേരത്തിൽ ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ 1-ാം പാല് മാറ്റി വെച്ചു. ബാക്കി 1.25-1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലും 3-ാം പാലും എടുത്തതാണ്. അതെന്തായാലും 1.5 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ, ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി മീൻകറിയിൽ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കിക്കോട്ടെ. ഏതാണ്ട് ഒരു 1/2 ടേബിൾ സ്പൂണിന് അടുത്തായിട്ട് ഞാൻ ചേർത്തിട്ടുള്ളൂ, വളരെ കുറച്ചായിട്ട്. 2 കുടമ്പുളി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ തിള വന്നു കഴിഞ്ഞാലേ നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാം കേട്ടോ. ഞാൻ 6 കഷ്ണമാണ് ഇതിലേക്ക് ചേർക്കണത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടേ, ഞാൻ ഉപ്പ് ചേർക്കണ കാര്യം പറയാൻ വിട്ടുവെന്ന് മാത്രം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചാറൊന്ന് വറ്റിച്ചെടുക്കാം. അതിൻ്റെ എരിവും പുളിയൊക്കെ മീനിലൊന്ന് പിടിക്കണ വരെ നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ. മീൻ നന്നായിട്ട് ഒന്ന് വേവിട്ട് അതിൽ കിടന്നിട്ട്. ചിലവർക്ക് മീൻകറി വെക്കുമ്പോഴേ ചാറ് നല്ലപോലെ കുറുകി വരണം, ചിലവർക്കാണെങ്കിൽ നല്ല ലൂസായിട്ട് ഇരിക്കണം. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആൾക്കാർ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ അത് പ്രത്യേകം എടുത്ത് പറയണത്. പിന്നെ അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. നല്ലപോലെ ആ ചാറൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം ഒഴിക്കാനുള്ളത് കേട്ടോ, നല്ല കട്ടിയുള്ള 1-ാമത്തെ നാളികേരപ്പാൽ. മീൻ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1-ാം പാലാണ് കേട്ടോ. നല്ല കട്ടിയുള്ള 1-ാം പാല് തന്നെ ഒഴിക്കണേ, എന്നാലും നമ്മൾ വിചാരിച്ച സ്വാദി ഒരു കറിക്ക് കിട്ടും. അരക്കപ്പിളിന് കുറച്ച് മുകളിലായിട്ട് 1-ാം പാല് കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒഴിക്കുക. ചെറുതായിട്ട് തിള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. മുഴുവനായിട്ട് തിളപ്പിക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ 1-ാം പാൽ ഒഴിക്കണേണ്ടി മുന്നേ എരിവും പുളിയും ഉപ്പൊക്കെ ഒന്ന് നോക്കാം. എല്ലാം ഒന്ന് മുന്തി നിൽക്കണം, കാരണം നമ്മൾ 1-ാം പാൽ ഒഴിക്കുമ്പോൾ അതൊക്കെ ഒന്ന് താവുമല്ലോ. നല്ല കട്ടി തേങ്ങാപ്പാലിലെ വെന്ത് വന്നിട്ടുള്ള അത്യാവശ്യം എരിവും പുളിയൊക്കെ ഒരു നല്ല മീൻകറി ആട്ടാ. അതൊരു 5-8 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലും കൂടെ ഒഴിച്ച് ഈ ഒരു പാകമാകുമ്പോൾ നമ്മുടെ കറിയിലേക്ക് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി മീൻകറി സെറ്റായിട്ടുണ്ട്. പിന്നെ ഈ ചുവന്നുള്ളി താളിച്ച് ഒഴിക്കുന്നത് ഒരിക്കലും മാറ്റി നിർത്തരുതിട്ട്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാറ് ഒന്നും കൂടി കുറുകും, ഒന്നും കൂടി സ്വാദ് ഉണ്ടാവും. നമ്മുടെ മീൻ കഷ്ണത്തിലേക്കൊക്കെ എരിവും പുളിയൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കും. നമ്മൾ റെസ്റ്റോറൻറ്റിനൊക്കെ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, നല്ല കുറുകിയ മീൻകറി കിട്ടുന്നത്, നല്ല എരിവും പുളിയൊക്കെ ഏതാണ്ട് അതുപോലെ ഇരിക്കട്ടെ ഈ ഒരു മീൻകറി എന്ന് പറയുന്നത്. ഞാനിതാ ചൂട് ചോറിൻ്റെ മേലേക്ക് നമ്മുടെ കറി ഒഴിച്ചിട്ട് അധികം ക്ഷമ ഉണ്ടായില്ലട്ടെ കാത്തു നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി അപ്പം തന്നെ ഞാൻ കഴിച്ചു. തേങ്ങ അരച്ചിട്ടും ഇതുപോലെ ചെയ്യാറുണ്ട്, പക്ഷെ ഞങ്ങൾ കൂടുതലും നാളികേരപ്പാലില്ല.